നോക്കുന്നത് US-ലേക്കാണ്. ട്രംപിൻ്റെ നിലപാട് എന്താണ്? കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം US-ൻ്റെ വ്യോമത്താവളമുള്ള ഒരേ ഒരു GCC രാജ്യമാണ് ഖത്തർ. അതായത് ഖത്തറിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് അവിടെ വ്യോമത്താവളം സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഡസനോളം ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിൽ നിന്ന് പറന്ന് ഖത്തറിൽ വന്ന് ബോംബിട്ട് തിരിച്ചുപോയി. ഖത്തറിൻ്റെ വ്യോമത്താവളം അവിടെയുണ്ട്. അമേരിക്ക അറിയാതെ അവിടെ അത് നടക്കുമോ? ഇല്ല. അതായത് ഈ ഫൈറ്റർ ജെറ്റുകൾ വരുന്നതൊക്കെയും ബോംബിടുന്നതും എല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അത്തരം ഒരു ബോംബ് അവരുടെ വ്യോമത്താവളത്തിൽ വീഴരുതല്ലോ. അവരത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖത്തറിനെ ബോംബ് ചെയ്യാൻ അമേരിക്ക സമ്മതം കൊടുത്തിട്ട് തന്നെയാണ് സംഭവിച്ചത്. അതല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. എങ്കിൽ ഖത്തർ അമേരിക്ക ബന്ധം ഇനി എങ്ങനെയാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഖത്തറിൻ്റെ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കൺസേൺ ആകും ഖത്തറിനെ സംബന്ധിച്ച്. കാരണം 1971 അവർ സ്വതന്ത്രമാകുന്നത് ഖത്തർ എന്ന രാജ്യം. 71 മുതൽ ഈ 2025 വരെയുള്ള ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഖത്തറിൽ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നത്. അത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഉത്തരവാദി അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയെ എങ്ങനെ അക്കൗണ്ടബിൾ ആക്കും ഖത്തർ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് ഇതെന്തിന് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്തിനാണ് ചെയ്തത്? ഇപ്പോൾ ഈ ഒക്ടോബർ 7 ശേഷമുള്ള പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ അഗ്രഷൻസ് നോക്കുക. അതിപ്പോൾ ഏത് രാജ്യത്തെ ആക്രമിക്കുന്നതാണെങ്കിലും ഗസയിൽ നടന്ന ആക്രമണങ്ങളുടെ എപ്പിസോഡിൽ എടുത്ത് നോക്കിയാലും അവരത് ചെയ്യുന്നതിന് നിർണിതമായ കാര്യമുണ്ട്. അതായത് ഒരു തരത്തിലും ഒരു യുദ്ധവിരാമം ഉണ്ടാവാൻ പാടില്ല. ബന്ദി കൈമാറ്റം അവരുടെ നെതന്യാഹുവിൻ്റെ ലിസ്റ്റിലെ ബന്ദി കൈമാറ്റമില്ല, യുദ്ധവിരാമമില്ല, വെടിനിർത്തലില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ US തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില വ്യവസ്ഥകളാണ് ചർച്ച ചെയ്യുന്നത്. ആ നെഗോഷിയേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കെ ആ നെഗോഷിയേറ്റേഴ്സിന് തന്നെ ബോംബിട്ട് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ ഈ പീസ് പ്രോസസ്സിൽ വിശ്വസിക്കുന്നേ ഇല്ല എന്നാണ്. അത് നെതന്യാഹുവിൻ്റെ കാരണമുണ്ട്. യുദ്ധം നിന്ന് പോയാൽ അതോടെ നെതന്യാഹു തീരും. യുദ്ധം നിലനിർത്തുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം.